അതെ, അർശിന് താഴെയായി മലക്കുകൾക്ക് വേണ്ടി ബൈത്തുൽ മഅ്മൂർ എന്ന പേരിൽ ഒരു ഭവനം അള്ളാഹു സ്ഥാപിച്ചു കൊടുത്തു. വിശുദ്ധ ഖുർആനിൽ 52-ാം അധ്യായത്തിൽ 4-ാം വചനത്തിൽ ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട്. ഈ ഭവനം പ്രദക്ഷിണം ചെയ്തു കൊള്ളുക എന്ന് മലക്കുകളോട് അള്ളാഹു കൽപ്പിച്ചു. അതെ, ആകാശത്ത് ബൈത്തുൽ മഅ്മൂറിൽ ദിവസവും 70,000 മലക്കുകൾ തവാഫ് ചെയ്യുന്നു. ഒരിക്കൽ പ്രദക്ഷിണം നടത്തിയ മലക്കുകൾ പിന്നീട് ഒരിക്കലും അവിടെ മടങ്ങിയെത്തുന്നില്ല. ഈ യജ്ഞം അനവരതം തുടരുകയാണ്. പിന്നെ അള്ളാഹു മലക്കുകളോട് കൽപ്പിച്ചു, ബൈത്തുൽ മഅ്മൂറിന്റെ നേർരേഖയിൽ താഴെ ഭൂമിയിൽ നിങ്ങൾ ഒരു ഭവനം പണിയുക. അതനുസരിച്ച് ഭൂമിയിൽ മലക്കുകൾ വിശുദ്ധ കഅബാലയം നിർമ്മിച്ചു. ആകാശ ലോകക്കാർ മലക്കുകൾ ബൈത്തുൽ മഅ്മൂറിൽ പ്രദക്ഷിണം വയ്ക്കും പ്രകാരം ഭൂമിയിൽ അതിൻ്റെ നേർരേഖയിൽ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ കഅബാലയം പ്രദക്ഷിണം ചെയ്യാൻ ഭൂനിവാസികളോട് അള്ളാഹു കൽപ്പിക്കുകയുണ്ടായി. നമ്മൾ കഅബ തവാഫ് ചെയ്യുമ്പോൾ നാം ചിന്തിക്കാറുണ്ടോ, അതിൻ്റെ നേർ മുകളിൽ ആകാശത്ത് ബൈത്തുൽ മഅ്മൂറിൽ മലക്കുകൾ പ്രദക്ഷിണം ചെയ്യുന്നത്? പിന്നീട് ആദം നബിയും ഹവ്വാ ബീവിയും ചേർന്ന് കഅബയുടെ പണി പൂർത്തീകരിച്ചു. ആദം നബി കഅബയുടെ പണി പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഹിറാ, ലുബ്നാൻ, തൂരിസീന, തൂർ, സൈത്ത, ജൂദി എന്നീ 5 പർവ്വതങ്ങളിൽ നിന്ന് കല്ലും മണ്ണും ശേഖരിച്ചത്രേ. ആദം നബിക്ക് ശേഷം മകൻ ഷീസ് നബി അലൈഹിസ്സലാം കഅബ പുനർനിർമ്മിച്ചു. നൂഹ് നബിയുടെ കാലത്തുണ്ടായ ശക്തമായ പ്രളയത്തിൽ കഅബ പൂർണ്ണമായും തകർന്ന് മൺകൂനയായി അവശേഷിച്ചു. അതിൻ്റെ സ്ഥാനം മനസ്സിലാവാതെ വന്നു. അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹു അതിൻ്റെ സ്ഥാനം നിർണയിച്ചു കൊടുത്തു. വിശുദ്ധ ഖുർആനിൽ 22-ാം അധ്യായത്തിൽ 26-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, ഇബ്രാഹിം നബിക്ക് നാം ദൈവീക മന്ദിരത്തിൻ്റെ അൽ ബൈത്ത് സ്ഥാനം നിർണയിച്ചു നൽകി. കഅബ നിർമ്മാണ ചരിത്രത്തിൽ ഏറ്റവും പ്രസിദ്ധമായത് ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും ചേർന്ന് നടത്തിയ നിർമ്മാണ പ്രവർത്തനമാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് 30 വയസ്സ് പ്രായമായപ്പോഴാണ് ഇബ്രാഹിം നബിക്ക് അള്ളാഹുവിൻ്റെ ഉത്തരവ് ലഭിക്കുന്നത്, താങ്കൾ എൻ്റെ വിശുദ്ധ ഗേഹം പടുത്തുയർത്തുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിലെത്തി മകൻ ഇസ്മായിലിനെ അള്ളാഹുവിൻ്റെ കൽപ്പന അറിയിച്ചു. ഉയർന്നു കിടന്നിരുന്ന ഒരു കുന്നിൻ പ്രദേശം ഇസ്മായിൽ നബിക്ക് ഇബ്രാഹിം നബി ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അങ്ങനെ ഇബ്രാഹിം നബി വിശുദ്ധ കഅബയ്ക്ക് അസ്ഥിവാരമിട്ടു. വിശുദ്ധ ഖുർആനിൽ 2-ാം അധ്യായത്തിൽ 127-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, ഇബ്രാഹീമും ഇസ്മായിലും ആ മന്ദിരത്തിൻ്റെ അസ്ഥിവാരം കെട്ടി ഉയർത്തിയ സന്ദർഭം ഓർക്കുക. അപ്പോൾ അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ നാഥ, ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണമേ. തീർച്ചയായും നീയാണ് ഏറ്റവും കേൾക്കുന്നവനും അറിയുന്നവനും.